അതായത് നമ്മളെ അടുത്ത് ഒരാൾ വന്നിട്ട് അവർ പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ മൂന്നാൾക്ക് ഭ്രാന്തുണ്ട്. ഒരു ബ്രാഹ്മണനെ ചുട്ടുകൊന്ന ദോഷമാണ് ആ രാശിയിൽ ആ പ്രശ്നം അവർക്കുള്ളത്. ഇന്നേ വരെ മേഡം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ജന്തുക്കൾക്ക്, അതായത് മൃഗങ്ങൾക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷെ ഇയാൾ, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ പെങ്ങൾക്ക് ആരും കല്യാണം കഴിച്ചില്ല, പിന്നെ ഞാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. ജ്യോതിഷ ശാസ്ത്രത്തെ ഒരിക്കലും പയക്കില്ല. ഹായ് നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശില്പിയും ജ്യോതിഷനും ആയ സായി പ്രഗീത് സാറാണ്. സർ, വെൽക്കം ടു ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസ്. സർ ഒരു ജ്യോതിഷനാണ്, ശില്പിയാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ജ്യോതിഷൻ എന്ന് പറയുമ്പോൾ ദൈവം, ആത്മീയത, സ്പിരിച്വാലിറ്റി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോഴും എൻ്റെ അച്ഛനൊക്കെ പറയാറുണ്ട്, ഈ ദൈവങ്ങളല്ല, പ്രകൃതിയാണ് ദൈവം എന്ന്. ആ പ്രകൃതിയാണ് ദൈവം എന്ന് പറയുന്നതിനോട് സർ എത്രത്തോളം യോജിക്കുന്നു? ഈ പ്രകൃതിയും ദൈവവും സ്പിരിച്വാലിറ്റിയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ് ശരിക്കും? അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, മാഡത്തിൻ്റെ അതിൽ പറയാട്ടോ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മാഡത്തിന് അറിയാമല്ലോ, പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമുള്ള ഒരു മനുഷ്യൻ. പ്രകൃതി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. അപ്പം അതിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. രണ്ടാമത്തത്, നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മനുഷ്യന്. പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ തകരാറെന്ന് വെച്ചാൽ മനുഷ്യന് പ്രകൃതിയിൽ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയാണ്. എന്താണ് പ്രകൃതി എന്ന് വരെ അറിയില്ല. കാരണം പ്രകൃതിക്ക് ഒരു പ്രത്യേകത വെച്ചാൽ പൂർണ്ണതയിലേക്ക് വരും, തിരിച്ച് അപൂർണതയിലേക്ക് പോകും. അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ പ്രകൃതിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്വയം തന്നെ നശിക്കാനും സ്വയം തന്നെ വീണ്ടും അത് പുഷ്പിക്കാനുള്ള കഴിവ് പ്രകൃതിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്വർണത്തിൽ ഈ രസം എന്ന് പറഞ്ഞ സാധനം സ്ഫുടം ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞ മാതിരി പ്രകൃതിക്ക് സ്ഫുടം ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് നമ്മൾ ഓരോന്ന് കാണുന്ന ഇപ്പോൾ ഇത്രയും കാലമായിട്ട് സംഭവിച്ചിരിക്കുന്ന വിപത്തുകളുണ്ട്. അതായത് മഹാമാരി, ഓരോ കോവിഡ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ വ്യതിയാനങ്ങളാണ്. ഈ വ്യതിയാനങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ മനുഷ്യനെ സ്ഫുടം ചെയ്യാൻ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പ്രകൃതിയെ പറ്റി മാഡം ചോദിച്ചുകൊണ്ട്, ഈ പ്രകൃതിയിൽ നമ്മൾ ആ കോവിഡ് വന്നിട്ടും ഇന്നേ വരെ മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ജന്തുക്കൾക്ക്, അതായത് മൃഗങ്ങൾക്ക് കൊറോണ വന്നിട്ടില്ല. മാഡം ആലോചിച്ച് നോക്കൂ. ശരിക്കും ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യന് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് പ്രകൃതി ആർക്ക് വെച്ച പണിയാണ്? മനുഷ്യന് വെച്ച പണിയാണ് അല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മൾക്ക് ഒരു രോഗം വന്നു. ഈ രോഗം വന്ന് നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോകുന്നു, അങ്ങനെ വളരെ വിഷമിക്കുന്നു, പ്രശ്നങ്ങളാവുന്നു. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ്. ഭയപ്പെടുന്നു. അപ്പം ഇതിലെ ഏറ്റവും വലിയൊരു സത്യമായൊരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ മൃഗങ്ങൾക്ക്, അതായത് ഇപ്പോൾ പൂച്ചയ്ക്ക് വയറുവേദന, പനി, ഇതൊക്കെ പല അസുഖങ്ങൾ വരും. പറയാൻ പറ്റില്ല. പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുമോ? എനിക്കിങ്ങനെ അസുഖമാണെന്ന് പറയാൻ പറ്റുമോ? മാഡം ചിന്തിച്ച് നോക്കൂ. നമ്മളത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്നും ഇല്ല. മൃഗങ്ങൾക്കായി ചോദിക്കാനും പറയാൻ ആരുമില്ല, പൂച്ചയ്ക്കും ഇല്ല. അതുകൊണ്ട് അവർ അത് അനാഥമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അവർക്ക് എന്ത് രോഗം വന്നാൽ, നേരത്തെ ഒരു മനുഷ്യനതല്ല. മനുഷ്യൻ എന്ത് വന്നാൽ അവിടെ പ്രശ്നം കാണിക്കുന്നില്ല, ചികിത്സ കിട്ടുന്നില്ല, അയാളെ ശ്രദ്ധിക്കുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രക്ഷോഭം, ഇതൊക്കെയാണ്. പക്ഷേ ഈ പൂച്ചയ്ക്ക് വയറുവേദന, എന്ന പൂച്ച ഏതോ ഒരു പുല്ലെടുത്ത് കഴിച്ച് അതിൻ്റെ വയറുവേദന മാറ്റുന്നു. ഇതെങ്ങനെ? ഇതിൽ നിന്നാണ് നമ്മൾ പ്രകൃതിയെ പറ്റി പഠിക്കേണ്ടത്. അപ്പം ആ ഒരു മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സിദ്ധി മനുഷ്യനുണ്ട്. പക്ഷെ മനുഷ്യൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ അപ്പം അതായത് നമ്മൾക്ക് രോഗങ്ങൾ വരുന്നതിനേക്കാൾ വലിയ പ്രതിരോധശേഷി നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ, രോഗം വരുന്നതിന് മുമ്പ് മരുന്ന് കൊടുക്കും. പനി ഒന്ന് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്ക് മരുന്ന് കൊടുക്കും. അതാണ് ഒന്നാമത്തെ. പിന്നെ ഈ പ്രകൃതി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പറയുന്നത് സ്ത്രീയാണ്, അതായത് അമ്മയാണ്. അമ്മ എന്ന് പറയുന്നൊരു സത്യം മഹാസത്യമാണ്. കാരണം എന്താ വെച്ചാൽ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീനെ ഏറ്റവും വലിയ ബഹുമാനിക്കണം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം വെച്ചാൽ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുക, സ്ത്രീകൾക്ക് പിന്നെ അവരോട് നല്ല രീതിയിൽ പെരുമാറുക. നമുക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ അവഗണിക്കാതിരിക്കുക. ഏത് സ്ത്രീകളെ,
അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് പ്രകൃതി കൊടുത്ത ഒരു പ്രത്യേക അനുഗ്രഹം എന്താണെന്ന് മാഡത്തിന് അറിയാം. അതായത് ഒരു സ്ത്രീക്ക് ഒരു വിവാഹം ഭർത്താവ് നഷ്ടപ്പെട്ടാൽ അവർക്ക് എത്ര കാലം വേണം മുന്നോട്ട് പോകും. ഒരു പുരുഷന് ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ വേറെ എന്നാ 2-3 മാസം പറ്റൂല. അതെന്താ കാരണം? അതാണ് പ്രകൃതിയും അമ്മയും തമ്മിൽ ബന്ധം. കാരണം വെച്ചാൽ ആ അമ്മ, ആ പ്രകൃതി, ഒരു ഭാര്യ എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഒരു ത്യാഗവും ഇല്ല, ഒരു ത്യജവും ഇല്ല. പക്ഷേ പുരുഷൻ ഇങ്ങനെ ജോലി ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രകൃതിയായിട്ട് ബന്ധമുള്ളത് അമ്മയാണ്. അത് പുരുഷൻ എത്രയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുവാണ്, എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും പുരുഷൻ പലപ്പോഴും സ്ത്രീയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അതെ അതെ അതാണ് മെയിൻ വിഷയം. കാരണം അവർക്ക് ഇവരില്ലാണ്ട് പറ്റില്ല. അങ്ങനെയാണ് സംഭവം. കാരണം ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു എല്ലാം സഹായം എന്നുള്ള ഒരു രീതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പുരുഷന്മാരും അങ്ങനെയൊന്നുമില്ല. ചില പുരുഷന്മാർ, ഇപ്പം ഞാൻ ചില ഒരു സ്ഥലത്ത് പോയപ്പോൾ നമ്മളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ പുരുഷനും പിന്നെ ഒരു പെങ്ങളും മാത്രം, അവർക്ക് 2 പേർക്കും കല്യാണമില്ല. അപ്പോൾ ഈ പെങ്ങൾക്ക് കല്യാണം ആകാത്തതുകൊണ്ട് ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒരു വീട്ടിൽ പോയതാണ്, ഒരു നോക്കാൻ വേണ്ടി, ജ്യോതിഷം നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ആ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാളെ ജീവിക്കാൻ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പം ലോകത്ത് തന്നെ അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലായി. കാരണം ഒരു ആങ്ങളെയും ഒരു പെങ്ങൾക്ക് വേണ്ടി ജീവിക്കില്ല. കാരണം 2 പേർക്ക് 2 അണകളെ തേടി പോകുമല്ലോ. പക്ഷെ ഇയാൾ, ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് ചെയ്യുക, എൻ്റെ പെങ്ങൾക്ക് ആരും കല്യാണം കഴിച്ചില്ല, പിന്നെ ഞാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിച്ചു. അപ്പം അങ്ങനത്തെയും പുരുഷന്മാരുണ്ട്. അപ്പം നമ്മൾ എല്ലാ പുരുഷന്മാരും ആക്ഷേപിക്കല്ല, മൊത്തത്തിൽ അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. കാരണം പുരുഷന് സഹനം വളരെ കുറവാണ്. പക്ഷെ സ്ത്രീക്ക് അതല്ല. സ്ത്രീക്ക് സഹനമാണ് പ്രധാനമായിട്ട് പ്രകൃതി കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ പേടിക്കണം, ഭയപ്പെടുക. അപ്പോൾ നമ്മളിപ്പോൾ പറയാം അവിടെ കാറ്റടിച്ചു, ഇവിടെതായി, പക്ഷെ നമ്മളൊന്നും ഈ പ്രകൃതി ചെയ്യൂല. നമുക്ക് എന്തൊക്കെ സംഭവിച്ചാൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത് പ്രകൃതി തന്നെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ വിശ്വസിച്ചാൽ മാത്രം മതി. അത് മാത്രം. പിന്നെ പ്രകൃതിക്ക് തോണ്ടാൻ പോകരുത്. അതായത് നമ്മളിപ്പോൾ ആ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ മലകൾ പലതുണ്ടല്ലോ, അതൊക്കെ ഈ പ്രകൃതി സഹിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി. കാരണം എത്രയോ മലകളും വൃക്ഷലതാദികളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടും നമ്മളോടൊരു ഇതുമില്ല. ഇപ്പോൾ മാഡം ചിന്തിച്ചു, ഈ ഭൂമിയിൽ എത്ര ഭാരമുള്ള സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, ഇതൊക്കെ താങ്ങി നിർത്തുന്നില്ലേ. പിന്നെ മാഡത്തിന് വേറൊരു സംഭവം മനുഷ്യന് മനസ്സിലാകാത്തൊരു കാര്യം, പ്രധാനമായിട്ടും ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നല്ല മാങ്ങ, ഈ മാങ്ങയ്ക്ക് എങ്ങനെയാണ് മാഡം മധുരം ഉണ്ടാകുന്നത്? ഇളനീരിൽ എങ്ങനെയാണ് വെള്ളം നിറയുന്നത്? നമ്മൾ ചുമ്മാ തമാശക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ അല്ലാത്തൊരു സംഭവം പ്രകൃതിയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ക്ഷേത്രങ്ങളും പ്രകൃതിയായിട്ട് ബന്ധങ്ങളുണ്ട്, പള്ളികളും എല്ലാം 3 മതത്തിൽപ്പെട്ടതായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ബന്ധവും തന്നെ ഇതിൻ്റെ ഒരു ഇതാണ്. അതാണ് എനർജറ്റിക് എന്ന് പറഞ്ഞത്. പ്രകൃതിയിലുള്ള ആ ഒരു എനർജി എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു സുഹൃത്ത്, അയാൾ ബിസിനസ് മൈൻഡ്, ആളെ ഞാൻ പറയുന്നില്ല, ബിസിനസ് മൈൻഡ് പ്രകാരം അയാൾ ഒരു സ്ഥലം വാങ്ങുന്നു. സ്ഥലം വാങ്ങിയിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? ചേർത്ത് കുറച്ച് കാശുണ്ട്. ഇയാൾ വിചാരിക്കുന്നത് ആധ്യാത്മികമായിട്ടൊരു ബിസിനസ് ചെയ്യാം, അതിനുവേണ്ടി 3 ക്ഷേത്രം അയാൾ പൈസ കൊടുത്തുണ്ടാക്കുന്നു. 1 കൊല്ലം 2 കൊല്ലം അയാൾ ബിസിനസ് ചെയ്തു. ഒരു സംഭവം അവിടെ ഉണ്ടായില്ല, ഒരു ശക്തി ഉണ്ടായില്ല, ഒരു എനർജിക്കും ഉണ്ടായില്ല. ഇപ്പം ക്ഷേത്രം ആയിക്കോട്ടെ, ജ്യോതിഷത്തെ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് മാത്രമായി കാണാതെ വെറും തട്ടിപ്പായിട്ട് മാത്രം കൊണ്ട് നടക്കുന്നവരുണ്ട്. അല്ല, തട്ടിപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക മാഡം? തട്ടിപ്പ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ മാഡത്തിന് ഞാനൊരു കാര്യം പറഞ്ഞു, വിശ്വസിപ്പിച്ചു. ആ വിശ്വസിപ്പിച്ചതിൽ മാഡം എന്താ ചിന്തിക്കേണ്ടത്? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യണം. അപ്പം ഞാൻ പറയുന്ന കാര്യം ഫുള്ള് നമ്മളങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. അപ്പം ഇതിൽ മാഡത്തിനെ ഞാൻ വിശ്വസിപ്പിച്ച് ഞാൻ മാഡത്തിന് സാമ്പത്തികമായിട്ട് കാശ് വാങ്ങുമ്പോൾ അങ്ങനെ
മേഡം അത് വിശ്വസിക്കുന്നു, മേഡത്തിൻ്റെ കെയർ ഓഫിൽ വേറെ ആൾക്കാർ വിശ്വസിക്കുമ്പോൾ ഇയാൾ ഓട്ടോമാറ്റിക്കായി തട്ടിപ്പുകാരനാകുകയാണ്. അത് ശരിയാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട്, ഞാൻ എന്നല്ല, എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും ആ ടൈമില്. ആ. ഈ ഇപ്പം ദൈവത്തിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും പറ്റിക്കുവാണെങ്കിൽ ആ. ദൈവം അതല്ലെങ്കിൽ ഈ പറയുന്ന എനർജി ശക്തികളൊക്കെ ഉണ്ടെങ്കിൽ ആ. എന്താണ് ആ ശക്തികൾ ഈ പറ്റിക്കുന്നവർക്ക് തിരിച്ചടി കൊടുക്കാത്തെ? അതിൻ്റെ ഒരു വസ്തുത മാഡത്തിന് പറഞ്ഞുതരാം. അതെന്താ സംഭവിച്ചാൽ ഇതിൽ ഏറ്റവും വലിയൊരു ഒരു ഉള്ളിൽ അറിയാത്തൊരു കാര്യമുണ്ട്. ഇപ്പം മേഡം എൻ്റെ അടുത്ത് വന്നു, ഞാനൊരു ജ്യോത്സ്യനാണ്, ഞാൻ മേഡം എൻ്റെ അടുത്ത് വന്ന് എന്നെ വിശ്വസിച്ച് വന്നു, ഞാൻ മേഡത്തിന് പറഞ്ഞ് പറ്റിച്ചു, ആ രീതിയിലേക്ക് ആക്കി, കാശൊക്കെ നല്ലോണം വാങ്ങി സംഭവം ചെയ്തു, സംഭവം റെഡിയാണ്. അപ്പം മേഡത്തിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു സിനിമയാണ് ഇപ്പോൾ മേഡം നാള് സത്യനന്ദിക്കാരൻ്റെ മകൻ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ടല്ലോ, നിവിൻ പോളി നായകനായിട്ട്. അത് വളരെ ഒരു ജെന്യുവായിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇതായിപ്പോയി. കാരണം ഇയാള് പിന്നെ ഇതറിയില്ല, മാന്ത്രികം എന്ന് പറഞ്ഞ സംഭവം ഇയാൾക്ക് അറിയില്ല. അത് അറിയാതെ ഇയാൾ ചെയ്യുമ്പോൾ ഇയാളെ കൂടെ ഇത് വരികയാണ് സംഭവം. അതിലാണ് ഇവർ കുടുങ്ങുന്നത് സാധനം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ മേഡത്തിൻ്റെ അടുത്ത് ചിലപ്പം ഞാനിപ്പോൾ ഒരു അറിയാത്തൊരു ജ്യോത്സ്യനാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി തട്ടിപ്പറ്റൊരു ജ്യോത്സ്യനാണെങ്കിൽ, ഞാൻ മേഡത്തിൻ്റെ അടുത്ത് നോക്കിയിട്ട് പറയാം, മേഡത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിത്തരാം എന്ന് പറയുമ്പോൾ മേഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇതിനു വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ ആയിക്കോട്ടെ, എനിക്ക് ഒന്നും ഇതിനെപ്പറ്റി അറിയേണ്ട വിചാരിച്ചോളൂ, ഞാനത് വെറുതെ ഒരു കാണാതെ പഠിച്ചൊരു മന്ത്രമാണെന്ന് വിചാരിച്ചോളൂ, ഒരു കാട്ടിക്കൂട്ടലാണ് വിചാരിച്ചോളൂ. പക്ഷേ റിയാലിറ്റി എന്താ വെച്ചാൽ മേഡത്തിലുള്ള നെഗറ്റീവ് എനർജി എന്നിലേക്ക് വരും. അതൊരു പ്രക്രിയയാണ്. അത് ഇയാൾക്ക് മനസ്സിലാവില്ല. അപ്പം ഇയാൾ എന്ത് ചോദിച്ചാൽ ഇത് ചെയ്ത് സ്റ്റോർ ചെയ്യപ്പെടും ഇയാളിൽ. അങ്ങനെ വീണ്ടും അടുത്ത ആൾ വരും, അറിയില്ല, സ്റ്റോർ ചെയ്യപ്പെടും. സ്റ്റോർ ചെയ്ത് ലാസ്റ്റ് ഈ വടവൃക്ഷം വീഴും മേഡം. ഒരിക്കല് ഒരു പതനം ഉണ്ടാവും. അത് അങ്ങനെ ഒരുപാട് ഒത്തിരി ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും ഞാൻ കണ്ടിരിക്കുന്നു. നശിച്ച് നാണാർക്കല്ലായിട്ട് ഒരു ഗതിക്ക് ഇതില്ലാതെ ആകെ അടിത്തറ തോണ്ടി എത്രയോ ജ്യോത്സ്യന്മാരുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ അറിയാം മേഡം, ഇങ്ങനെ വാങ്ങി വെച്ചതാണ്. ഞാനിപ്പം ഒരു 5-8 ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ്. തന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും പ്രതിഷ്ഠ എന്നാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ, ആ ക്ഷേത്രം നല്ല കാവട്ടം, അതായത് കുടുംബക്ഷേത്രങ്ങളാണ്. വലിയ ക്ഷേത്രത്തിലൊന്നും പോകാനുള്ള അറിവൊന്നും എനിക്കില്ല, അതിനോത്രം ഇതില്ല. പക്ഷെ ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുള്ള കർമ്മം ചെയ്തു കൊടുക്കും. അപ്പം അതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ തന്ത്രി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ, ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പൂജ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരെ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ കർമ്മം ചെയ്യിപ്പിക്കുക. ഞാൻ പറഞ്ഞ മേഡത്തിന് മനസ്സിലായി. അതെന്താ കാരണം വെച്ചാൽ, നമ്മൾ ആ പരദേവതേനെ നമ്മൾ പൂജിക്കുമ്പോൾ അവിടുത്തെ ഒരു വലിയ കാരണവർ, അതായത് അവിടുത്തെ ഗുരു, ഒരു പ്രേതം, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത രീതി ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ ദേവി തിരിഞ്ഞു പോകും. അപ്പം ആ പ്രേതം, ആ ഗുരു പിന്നെ ഈ നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയണം, അല്ലെങ്കിൽ നമ്മളെ പൂജ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളെ കൊണ്ട് തന്നെ വിളിപ്പിക്കണം. അപ്പം ഞാൻ തിരിക്കുക പിന്നിൽ നിന്ന് കർമ്മം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എന്താ പറയുക മേഡം, എനിക്ക് ദക്ഷിണ കുറവാണ്. എന്താ കാരണം വെച്ചാൽ, പൂജയ്ക്ക് ഞങ്ങളാണല്ലോ ചെയ്തത്, അദ്ദേഹം പറഞ്ഞു തന്നിട്ടല്ലേ ഉള്ളൂ എന്നൊരു സംഗതി ഉള്ളതുകൊണ്ട് വല്ലാണ്ട് പൈസ ചോദിക്കാനും പറ്റില്ല. മേഡത്തിന് പറഞ്ഞു മനസ്സിലായ അങ്ങനെ ഒരു വിഷയത്തിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മളെന്താ വെച്ചാൽ, ഈ പ്രകൃതിനെ ഇപ്പോൾ ഫസ്റ്റിൽ മേഡം ചോദിച്ചാൽ പറയാം, പ്രകൃതി തന്നെ കുറേ അനുഗ്രഹങ്ങളുണ്ട്, നമുക്ക് കുറേ പഠിക്കാനുള്ളതുണ്ട്, പ്രകൃതിയായിട്ട് നമ്മൾ ബന്ധമുണ്ട്. അപ്പോൾ നമ്മളെന്താ വേണ്ട വെച്ചാൽ പ്രകൃതിനോട് ഇണങ്ങിച്ചേരുക, പ്രകൃതിക്ക് പറ്റാത്തത്. അപ്പോൾ എന്താ വെച്ചാൽ പ്രകൃതി കാണിച്ചാൽ നമ്മളെ കർമ്മ നടക്കട്ടിലുണ്ടാവല്ലോ, നമ്മളെ കർമ്മ, നമ്മളോരോ വാക്ക്, നമ്മളോരോ പ്രവൃത്തി, നമ്മളിപ്പോൾ ഫോൺ സംഭാഷണമായാലും ശരി, നമ്മളൊരാളെ പറ്റിക്കാലും ശരി, ഇതൊക്കെ പ്രകൃതി ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എഴുതി വെക്കും ഇവന്. അപ്പോൾ ഇതെന്ത് ചോദിച്ചാൽ, നമ്മളൊരു വർഷം മാറുമ്പോൾ 2026 ആണെങ്കിൽ 2027, 26 ഡിസംബറിൽ ഇത് കൂട്ടും പ്രകൃതി. ഈ വർഷം ഇവൻ എത്ര ആളെ പറ്റിച്ചു, ഈ വർഷം എത്ര ആളെ രക്ഷപ്പെടുത്തി, ഈ വർഷം ഇവൻ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ കൂട്ടും ഡിസംബറിൽ. ഞാൻ പറഞ്ഞ മേഡത്തിന് മനസ്സിലായി. അപ്പോൾ ഇത് 27
നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഉം. അതിൻ്റെ പരിണിത ഫലം. ഉം. അതാണ് പ്രകൃതിനെ പറ്റിക്ക് പറയാറ്. മാത്രമല്ല സർ, ഇപ്പോൾ ഒരുപാട് പേർക്ക് ആനേനെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പൊ ശില്പി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അമ്പലത്തിന്റെയൊക്കെ ഒരു ശില്പി. പക്ഷെ സാർ ആ ഒരു ലെവലിലേക്കല്ല, കുഞ്ഞു കുഞ്ഞു രൂപങ്ങള്, ബിംബങ്ങള്, ഇതൊക്കെയാണ് സാർ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ അതിൽ എനിക്ക് കുറച്ച് വ്യത്യസ്തമായി തോന്നിയത് ഈ ആന. ഇത് എന്തെങ്കിലും ദൈവികമായ രീതിയിലാണോ അല്ല, ഇതില് ഒരു സംഭവിച്ച അതിന്റെ ഒരു രഹസ്യം. നമ്മളിപ്പോൾ ആനേനെ ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ മെയിൻ രഹസ്യം 2 സംഗതിയാണ്. ഒന്ന്, ഈ ആന എന്ന് പറഞ്ഞ ഗണപതിയാണ്, അറിയാലോ. 2, നമ്മളിപ്പോൾ കണി കാണുക, അതായത് നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ആരൊക്കെ ലക്ഷണം കാണണം എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരാളാണ് ആന. ആനേനെ കണ്ടാൽ ഉയർച്ച, ആനേൻ്റെ അനുഗ്രഹം കിട്ടിയാൽ നല്ലത്. അപ്പം ആന നല്ലൊരു ഇതായിട്ടാണ് നമ്മൾ ഹിന്ദു വിശ്വാസപ്രകാരം ഇതാകുന്നത്. അപ്പം ആനനെ എഴുന്നള്ളിക്കുന്നു, ആന തിടമ്പേറ്റുന്നു, ഇതൊക്കെ ആനയ്ക്ക് പ്രത്യേകത ഉണ്ട്. അപ്പം ഈ ആന എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ ജീവിയാണ്, അല്ലേ? മരത്തിന് അറിയാലോ. ഒരു ആന റോട്ടും കൂടെ പോകുമ്പോൾ 2 സെക്കൻഡ് നമ്മൾ നിന്ന് പോകും, വെറുതെ ഒന്ന് നോക്കി കാണും. നേരെ സിംഹമാണ് വരുന്നെങ്കിൽ നമ്മൾ ഓടും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ആനേനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു രഹസ്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ബെഡ്റൂമിൽ ഈ ആനേനെ വെക്കും. ഈ ആനേനെ വെച്ചിട്ട് ഇവരോട് പറയുന്നത് എന്താ വെച്ചാൽ, ഇതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക്. ഇതിനെ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നല്ലോണം മനസ്സിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറയും. ശ്രദ്ധിച്ചിട്ട് മെല്ലെ കിടന്നുറങ്ങാൻ പറയും. ഇങ്ങനെ കിടന്നുറങ്ങി ഒരു 4-5 ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ സ്വപ്നം കാണും. അപ്പോൾ ആനേനെ സ്വപ്നം കണ്ടാൽ മാഡം അതിൻ്റെ ഫലം കേട്ടിട്ടുണ്ടാവുമല്ലോ, ഉയർച്ചയാണ് ഫലം, അഭിവൃദ്ധിയാണ്, ഐശ്വര്യമാണ് ഫലം. അപ്പോൾ അതിനാണ് ഞാനിതിനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. 1. 2, ഇയാൾ എണീറ്റ് കാണുന്നത് ഇതിനെയാവും. അപ്പോൾ ഇയാളുടെ ഉള്ളിലെ നെഗറ്റീവ് ഇല്ലാണ്ടാവും. ഞാൻ പറഞ്ഞ മാഡത്തിന് മനസ്സിലായി? ഇപ്പൊ ചില ആൾക്കാരുണ്ട്, അയ്യോ കണി കണ്ടെന്ന് ആ ചങ്ങായിനെയാണ് എന്നുണ്ടാവില്ല. നമ്മൾ ഈ ആനേനെയാണ് കാണുന്നത്. ആനേനെ കണ്ടിട്ടാണ് ഉറങ്ങുന്നതും ആനേനെ കണ്ട് എഴുന്നേൽക്കാം. ഇതാണ് അതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ ഒരു വശം, ചില സ്ഥലത്ത് നമ്മൾ ഇപ്പം മിക്ക ആൾക്കാരുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പണ്ടത്തെ മാതിരി ഇപ്പോൾ യന്ത്രങ്ങൾ, ഏലസുകൾ, ഇതൊന്നും ആൾക്കാർക്ക് പറ്റൂല. മാഡത്തിന് മനസ്സിലായോ? അതായത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റൂല, വിരുന്നേര് വരും, ഇയാളൊരു മോശക്കാരനായി ചിത്രിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പണ്ടൊക്കെ നമ്മളൊരു വീടിൻ്റെ ഉമ്മർത്ത് സുദർശന യന്ത്രമൊക്കെ ആയിരുന്നു, അല്ലേ? ശ്രീച, അങ്ങനെ പല യന്ത്രങ്ങളും നമ്മൾ വെക്കുകയായിരുന്നു. അപ്പോൾ അത് വെക്കുമ്പോൾ ഒരു അന്തസ്സാണ്, അവിടെ സുദർശനക്കരുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി എന്താ അറിയോ, സുദർശനൊക്കെ അച്ചങ്ങായി ഭയങ്കര അന്ധവിശ്വാസമാണ്. അവൻ കൂടോത്രക്കാരനാണ്, അവനവിടെ വെച്ചിട്ടുണ്ട് യന്ത്രം. അപ്പോൾ ഇപ്പോൾ ഒരു ഷെയ്മേഡാണ്. ഇപ്പോൾ മനസ്സിലായി? ഇപ്പോൾ പൂജാമുറി തന്നെ വളരെ കുറഞ്ഞ രീതിയിലാണ്, വലിയ പൂജാമുറി ഒന്നും ഇപ്പം ഇല്ല. ചെറുത് ഒരു രീതിയിൽ പൂജാമുറി ഉണ്ട് എന്ന് അറിയിക്കുക. അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് പൂജാമുറി. അതാണ്. അപ്പോൾ ഒരു നല്ല ഇതൊക്കെ ആയിട്ട് ആൾക്കാർക്ക് കാണാന്നുള്ള രീതിയിലാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലാണ് വെച്ചു കൊടുക്കുന്നത്. മാഡത്തിന് പറഞ്ഞ മനസ്സിലായി? അപ്പൊ അതായത് നമുക്കിപ്പോ ഒരു കാര്യം നടക്കണം, ഇപ്പൊ ധനം ആകർഷിക്കണം, അല്ലെങ്കിൽ സുദർശന യന്ത്രം വെക്കണമെങ്കിൽ ഈ ആനയിൽ ചെയ്തു കൊടുക്കും. അപ്പൊ ആന ആകുകയും ചെയ്ത് സംഗതി ആരും ശ്രദ്ധിക്കുകയില്ല. ഇതാണ് ഇതിന്റെ രഹസ്യം. മാഡം ചോദിച്ചപ്പോ ഇപ്പം കാലഘട്ടം മാറിയാലും എന്ത് തന്നെ ആയാലും എല്ലാവരും വിശ്വാസികളാണ്. പക്ഷെ ഞാൻ വിശ്വാസിയാണ് എന്ന് പുറമെ കാണിക്കാനാണ് ആളുകൾക്ക് ചില. അതെ, എൻ്റെ അടുത്ത് പിന്നെ ചില ആൾക്കാർ വിളിച്ചു പറയും, നിങ്ങൾ അവിടെ എപ്പോഴാണ് ഉണ്ടാകുക? ഞാൻ ഉണ്ടാവും, ഞാനൊരു 7:45 വരുന്നുണ്ട്, കുറച്ച് ഇരുട്ടായിക്കോട്ടെ എന്ന് പറയും. എന്താ വെച്ചാൽ നമ്മൾ വന്ന കാര്യം പറയരുത് കേട്ടോ എന്നാവും പറയും. എന്താ വെച്ചാൽ ആൾക്കാർക്ക് അറിയണം. പക്ഷേ ഞാൻ അയാളുടെ അടുത്ത് പോയി എന്ന് പറയുന്നത് ഒരു തെറ്റായതെന്ന് ഇവരെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ മാഡത്തിന് മനസ്സിലായി? അതാണ് മെയിൻ പ്രശ്നം. അപ്പം അങ്ങനത്തെ ഒരു വിഷയം കൂടി ഉണ്ട്. കാരണം ഞാനൊരു ജ്യോത്സ്യനടുത്ത് പോയാൽ അത് തെറ്റായി, ഞാനൊരു ക്ഷേത്രത്തിൽ പോയാൽ അതൊരു മോശമാണ്. അങ്ങനെയുള്ള രീതി നമ്മൾ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രയാസങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും നാട്ടിലെ ജ്യോത്സ്യനെ വിട്ടിട്ട് ദൂരത്ത് പോകുന്നത്. തൊട്ട നാട്ടിലുള്ള ആൾക്കാരെ പോവില്ല, കാരണം അയാളുടെ അടുത്ത് പോയി
മറ്റുള്ളവർ അറിഞ്ഞാൽ ഇയാൾക്ക് മോശമാണ്. അപ്പോൾ ജ്യോത്സ്യനടുത്ത് പോണതും ജ്യോതിഷം നോക്കാൻ എല്ലാം ഒരു വിഷയമായിട്ട് മാറുകയാണ്. അതൊരു മാനക്കേട് മാതിരിയാണ് സംഭവിക്കുന്നത്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ്, സത്യമാണ്, ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുകയാണ്. പക്ഷേ ജ്യോതിഷികൾക്ക് തെറ്റുപറ്റും, ജ്യോത്സ്യത്തിന് അതായത് ജ്യോതിഷ ശാസ്ത്രത്തിന് ഒരിക്കലും പറ്റില്ല. ജ്യോതിഷം ഗണിക്കുന്ന ആൾക്ക് തെറ്റുപറ്റും. കാരണം ഉപാസന ദോഷം ഉണ്ടാകാം, അയാൾക്ക് ബന്ധനം ഉണ്ടാകാം, അയാളെ സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പോൾ അതിന് ഒരു കഥയുണ്ട് മാഡം, ഒരു ജ്യോത്സ്യൻ്റെ ഒരു കഥയാണ്. അത് ഞാൻ പറഞ്ഞ മാഡം തന്നെ ഒരു ഉത്തരം തരണം. മാഡത്തിനും കൂടി ഞാൻ ഒരു കഥ പറയാം. ഞാൻ പറയുന്ന കഥ വെച്ചാൽ ഇത് നടന്നോ നടന്നില്ലേ എന്നല്ല മനസ്സിലാക്കേണ്ടത്. സപ്പോസ് ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് മാഡം പറയാനുള്ളൊരു സംഭവമാണ്. മാഡത്തിൻ്റെ ഒരു ടാലൻറ്റ് ഇതിലും മനസ്സിലാക്കാം. അതായത് ഒരാൾക്ക് വീട്ടിൽ ഭാര്യയും ഭർത്താവായിട്ട് കലഹമുണ്ടായി. അപ്പോൾ ഈ ഭർത്താവിനോട് ഒരു സ്നേഹിതൻ പറഞ്ഞു, നീ എന്നും ഭാര്യയായിട്ട് കലഹമാണല്ലോ, വല്ല ഷെയറോ മാരണോ അങ്ങനെയൊക്കെ ഉണ്ടാവാം, ഈ ഒരു കാര്യം ചെയ്ത് സ്വകാര്യമായിട്ട് ഇന്നൊരു ജ്യോത്സ്യൻ്റെ പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പോയി നോക്കി. അപ്പം ഈ ജ്യോത്സ്യൻ്റെ ചൊവ്വാഴ്ച ദിവസം മാഡത്തിന് അറിയാലോ ലീവാണ്, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജ്യോത്സ്യന്മാർ ലീവാണ്. അപ്പോൾ ഇവർ ലീവുള്ള ദിവസം വീട്ടിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ലീവാണെങ്കിൽ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ വിഷയമുണ്ട്, ഞാനും ഭാര്യയായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യുക, അത് നിങ്ങൾ തമ്മിൽ ഗ്രഹത്തിൻ്റെ അതായത് നിങ്ങളെ നക്ഷത്രത്തിൻ്റെ ഒരു പൊരുത്തക്കേടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് നന്നാകാൻ ഒരു ഐക്യമത്യ യന്ത്രം തരാം. അയാളെ ഭാവനയിൽ ഉണ്ടായതാട്ടോ. അയാൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വൈദ്യൻ്റെ മാതിരിയാണ് ജ്യോത്സ്യനും. കാരണം ഇയാളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താം. തീർച്ചയായിട്ടും അല്ലേ, അയാളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു വക്കീലായാലും അയാളാണ് തീരുമാനിക്കുന്നത്. ഈ നിയമമല്ലോ ഒന്നിനെ, പക്ഷെ ഏത് റൂട്ടിൽ കൂടെ പോയാൽ എൻ്റെ കക്ഷിയെ രക്ഷിക്കുക എന്നുള്ളത് വക്കീലിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ പോലെ ഈ ജ്യോത്സ്യൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഈ ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഐക്യമത്യ യന്ത്രം തരാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നാണ് വരേണ്ടത്? അടുത്ത ആഴ്ച ചൊവ്വാഴ്ച വന്നോളൂ. അങ്ങനെ ഇയാൾ പറഞ്ഞു പോയതിന് ശേഷം പിന്നെ അടുത്ത ചൊവ്വാഴ്ച വന്നു ഇത് മേടിക്കാൻ. അപ്പോൾ ഇയാൾ വന്ന സമയത്ത് ഈ ജ്യോത്സ്യനും ഭാര്യയായിട്ടും ഭയങ്കര കലഹം, നല്ല ലഹളം. അതെന്താ വെച്ചാൽ ചട്ടിയും കലൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ഭാര്യ. അപ്പോൾ ഈ അടി കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, അതായത് ഇയാളെ ദോഷം തന്നെ തീർക്കാൻ കഴിയാത്തത് എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ ഈ തകിട് കൊണ്ടായാലും രക്ഷപ്പെടും എന്നൊരു തോന്നൽ ഇയാൾക്ക് വന്നു. തീർച്ചയായിട്ടും വരും. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് മാഡത്തിനോട്, ഇതിൽ ഇയാൾക്ക് വന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? മാഡം മനസ്സിലാക്കി ഈ കഥയിൽ നിന്ന്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കഥയിൽ ജ്യോത്സ്യൻ്റെ വീട്ടിൽ കലഹമുണ്ടായി, ജ്യോത്സ്യൻ തകിട് കൊടുക്കുന്നു. അപ്പം മാഡത്തിന് എങ്ങനെ വേണമെങ്കിൽ അത് മനസ്സിലാക്കി പറയാം, എന്താണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്നുള്ളത് ഞാൻ മാഡം പറഞ്ഞതിന് ശേഷം പറയും. അങ്ങനെ ശരിയായ ഉത്തരവല്ലേ. ഇപ്പൊ ഞാനാണെങ്കിലും ചിന്തിക്കുക, സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കാൻ പറ്റാത്ത ആളെങ്ങനെയാണ് എന്റെ വീട്ടിലെ പ്രശ്നം തീർക്കാന്ന് ചിന്തിക്കും. അതാണ് അയാൾക്ക് സംഭവിച്ചത്, ആ കക്ഷിക്ക് സംഭവിച്ചത് അതാണ്. അപ്പൊ അങ്ങേര് തകിട് വാങ്ങാതെ പോയി. പക്ഷെ ഇവിടെ കഥേന്റെ ഉത്തരം എന്താ വെച്ചാല്, ചിലപ്പോ വിചാരിക്കുന്ന അവിടത്തെ പ്രശ്നം ഇവിടേക്ക് വന്നു. ഇയാൾ എന്നാണോ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത് അന്ന് തൊട്ട് ഇയാളെ വീട്ടിൽ ഭാര്യയായിട്ട് അടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അവിടത്തെ പ്രശ്നം മാറുകയും ചെയ്തു. അവിടുത്തെ പ്രശ്നം മാറി, അപ്പം അത് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇയാള് പ്രശ്നം മാറിയപ്പോ ഈ വന്ന കക്ഷിന്റെ വീട്ടിൽ കലഹം ഇല്ലാതെയായി. കാരണം ഇയാൾ അതിന്റെ പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പ്രശ്നം ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കാരണം വെച്ചാല് നമ്മൾക്ക് അറിയാതെ സംഗതി വരും, അറിയാതെ തന്നെ ആ ഒരു എനർജി നമ്മളിലേക്ക് വരും. അവിടെയാണ് നമ്മൾ കുടുങ്ങുക മാഡം. വളരെ അതാണ് ഞാൻ പറഞ്ഞത് മാഡം, ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു കഥയില്ല. ഇപ്പം ചിലരെന്നല്ല എല്ലാവരും തന്നെ പറയാറുണ്ട്, നമ്മൾ ഒരാളുടെ ദോഷം തീർക്കുന്ന സമയത്ത് അത് തീർക്കുമല്ല, ആ ദോഷം നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുവാന്നാ പറയുന്നത്. എന്നിട്ട് അത് കൊണ്ടുപോയി നമ്മൾ പിന്നെ തീർക്കുക ചെയ്യുന്നതെന്ന്. അപ്പം പക്ഷെ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഇതിലാണ് നമ്മൾ ഈ ബ്രാഹ്മണര് ഉയർന്ന പഠിപ്പുള്ള ആൾക്കാര്, ഇപ്പോൾ ശ്രീധരൻ തന്ത്രി മാഡം കേട്ടിട്ടുണ്ടാവും, പറവൂര് ആളുടെ മഠത്തിന് തൊട്ടിപ്പുറത്താണ് എൻ്റെ വീട്. ഓക്കെ. ഈ ശ്രീധരൻ തന്ത്രിന്റെ പ്രത്യേക സവിശേഷത എന്താ അറിയല്ലോ? അതായത് ശ്രീനാരായണ ഗുരുസ്വാമി പേരിട്ടതാണല്ലോ അദ്ദേഹത്തിന് ശ്രീധരൻ. ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ആളാവട്ടെ എന്നാണല്ലോ ഇദ്ദേഹത്തിന് കൊടുത്ത വരം. അപ്പൊ ഇദ്ദേഹം ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ
അവിടെ ഉയർന്ന ജാതിക്കാർ വരെ, അതായത് ബ്രാഹ്മണർ വരെ ഇയാളെ എഴുന്നേറ്റ് നിന്ന് വണങ്ങുന്ന പറഞ്ഞു. അത്രയും ജ്ഞാനിയാണ് ശ്രീധരൻ തന്ത്രി. അപ്പോൾ ആ ശ്രീധരൻ തന്ത്രിൻ്റെ അതേമാതിരിയുള്ള ചില നമ്പൂതിരി ആയാലും അല്ലെങ്കിൽ അതേമാതിരി പഠിച്ച ആൾക്കാർക്ക് ഈ ഒരു വിഷയം വരൂല. ഞാനിപ്പോൾ പറഞ്ഞ വിഷയം വരൂല. ഒന്ന്, വരാത്തതിന് കാരണം അവരെ നിലനിൽപ്പ് അവർ നോക്കും. 2, ചെയ്യാൻ പാടുണ്ടോ ഇല്ലയെന്ന് അവർ നോക്കും. 3, അവർ ചെയ്തത് അഥവാ ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള പ്രായശ്ചിത്തം അവർ ചെയ്യും. 4, അവരതിന് പൈസ വാങ്ങൂല. ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട്. മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പം ഈ ഒരു വിഷയം ഈ രണ്ട് തമ്മിലൊരു നമ്മൾ താരതമ്യം ചെയ്യണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ. അല്ലാണ്ട് വെറുതെ ചുമ്മാ ഞാൻ ജ്യോത്സ്യനാണ്, ഞാൻ തന്ത്രിയാണെന്ന് പറഞ്ഞ കാര്യമില്ല. ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ എന്നോട് പലരും പറയാറുണ്ട്, അവിടെ ആ ജ്യോത്സ്യം തട്ടിപ്പ്, ഈ ജ്യോത്സ്യം തട്ടിപ്പ്. ഞാൻ ചുരുക്കും. കാരണം എന്താ വെച്ചാൽ ഇവർ തട്ടിപ്പാന്ന് പറഞ്ഞ കാര്യമില്ല. എപ്പോഴെങ്കിലും ഒരു നല്ല സംഭവം കൂടി വന്നു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ ജ്യോത്സ്യന്മാരോട് എല്ലാവരോടും പറയാനുള്ള ഒരു പ്രധാന കാര്യം തരാം. ജ്യോതിഷമൊക്കെ നല്ല തന്നെ അവനാൻ്റെ നിലനിൽപ്പ് നോക്കണം. അതേമാതിരി പൂജ ചെയ്യുന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ അവനാൻ്റെ കുടുംബം വിത്തറുന്ന പൂജകളൊക്കെ ഉണ്ട്. ചില സംഗതികളൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് നമ്മളെ അടുത്തൊരാൾ വന്നിട്ട് അവർ പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ 3 ആൾക്കും ഭ്രാന്തുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, ആ ഭ്രാന്ത് നിങ്ങൾ മാറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ലക്ഷം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ പൈസയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞ നടത്തിന് മനസ്സിലായി. പക്ഷെ പണത്തിന് അത്യാവശ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ നമ്മളെ തലമുറ, അതായത് നമ്മളെ മക്കളെ എന്ന് പറഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതും നമ്മൾ നോക്കണം, രണ്ടും നോക്കണം. അപ്പോൾ അത് നമ്മൾക്ക് ഇതിനെപ്പറ്റി നോളജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ എത്ര കാശ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവരിന്നോട് ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇത് മാറ്റാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അപ്പം ഞാനൊരു 10 പേരെ വിളിച്ചു. 10 പേരിൽ 9 പേരും പറഞ്ഞതെന്താ വെച്ചാൽ, ചേട്ടാ പൈസ ഇല്ലല്ലോ കാര്യം, നമുക്ക് കഴിയൂല എന്ന് അവർ പറഞ്ഞു. പക്ഷെ 10ാമത്തെ ഒരാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് വെച്ചാൽ, അതൊന്നൊരു വിഷയമല്ല, ഞങ്ങളൊക്കെ പറച്ചി പറ്റ ബന്ദീരക്കുലത്തിലെ ആൾക്കാരാണ്, ഉഗ്രമന്ത്രവാദികളാണ് ഞങ്ങളെ പരമ്പര, ഞാൻ വിചാരിച്ച നടക്കാത്തൊരു കാര്യമില്ല. ശരി, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ചോദിച്ചു. അതൊക്കെ എത്രയാണ് വേണ്ടത് വെച്ചാൽ അവർ തരും, നിങ്ങൾ ചെയ്തു കൊടുത്തോളൂ, കുഴപ്പമില്ലാതെ ഞാൻ ചാർത്ത് കൊടുത്ത് പറഞ്ഞയച്ചു. അവർ ഈ ചാർത്തിന് എനിക്ക് ദക്ഷിണ, ഞാൻ പറഞ്ഞു ദക്ഷിണ ഒന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് പേടിച്ചിട്ടാണ്. കാരണം വിഷയം എന്താ വെച്ചാൽ, ഒരു ബ്രാഹ്മണനെ ചുട്ടുകൊന്ന ദോഷമാണ് ആ രാശിയിൽ ആ പ്രശ്നം അവർക്കുള്ളത്. അതിൻ്റെ ദുരിതമാണ് ഈ 3 ഭ്രാന്ത്. ഈ ഭ്രാന്ത് മാറ്റാൻ പോയാൽ അതിൻ്റെ ദുരിതം മാറ്റുന്ന അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇയാൾ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ 10ാമത്തെ ആൾ മന്ത്രവാദി തന്നെ, ഉഗ്രമന്ത്രവാദി തന്നെയാണ്. അയാൾ പോയിട്ട് മുക്കണ്ണെന്നറിയാം, അതായത് തേങ്ങ, മുക്കണ്ണലിൽ 3 കണ്ണുണ്ടല്ലോ, അതിൽ തൃക്കണ്ണിൽ ഒരു പണി കൊടുത്തു ഇയാൾ മന്ത്രവാദി. പണി കൊടുത്തു, ഈ സംഭവം ഇല്ലാണ്ടാക്കി. ഇവർക്ക് മാറി, ഇയാൾ കാശ് വാങ്ങി. അത്യാവശ്യം നല്ല കാശ് അയാൾ വാങ്ങി പോരുകയാണ്, തിരിച്ചു പോരുകയാണ്. പോരുമ്പോൾ അവരെ ഒരു ബൈക്കിലാണ് ഇയാൾ പോരുന്നത്. അപ്പോൾ ബൈക്ക് വെച്ചിട്ട് പെട്ടെന്ന് ബൈക്ക് സ്ലിപ്പായിട്ട് ഒന്ന് വീണപ്പോൾ ഇയാളൊന്ന് അപ്പുറത്തേയും മറിഞ്ഞു. കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അവിടെ കിടന്ന ഒരു കമ്പി കഷ്ണം ഇയാളെ നെറ്റിൻ്റെ ഇവിടെ ഒരു കോറൽ പോലെ, ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഇയാൾ വീട്ടിലെത്തിയപ്പം ഈ ഇടത്തെ കണ്ണ് കാഴ്ച മങ്ങി. അപ്പം നോക്കുമ്പോൾ ഈ തലച്ചോറിന് ഇവിടുന്ന് ഒരു ഞരമ്പുണ്ട്, ആ ഞരമ്പ് കട്ടായി. വേറെ അയാൾക്ക് ഒരു എഫക്റ്റും ഉണ്ടായില്ല. മുക്കണ്ണലൊരു പണി അയാൾ കൊടുത്തപ്പോൾ അയാളൊരു കണ്ണ് പോയി. ഇത് എൻ്റെ അനുഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.